ഹായ് ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഗൈസ്, ആരാണ് ഈ വിളിക്കുന്നത്? ഗൈസ്, നമ്മുടെ മൈക്കിളല്ലേ? ആ ഫ്രാങ്ക്ലിന് നമ്മുടെ സിറ്റിയിലെ ഒരു VIP കാർ വന്നത് നീ നൈസിനാണ് സ്റ്റീൽ ചെയ്യും. ഒക്കെയാണോ മൈക്കിളെ? ഗൈസ്, അങ്ങനെ മൈക്കിളാണെങ്കിൽ സ്റ്റീൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഫോൺ വെക്കലാ കോള് കട്ടായി. പക്ഷേ ഫ്രാങ്ക്ലിന് നമ്മുടെ സമയം നോക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് ഷിൻചാനെ വിളിക്കണം. എടാ ഷിൻചാനെ, തേമ്പുള്ളി കുളിക്കാതെ ഇറങ്ങി വന്നേടാ. മൈക്കിളാണെങ്കിൽ ഒരു കാർ സ്റ്റീൽ ചെയ്തോണ്ട് കൊടുക്കണേ. ഏതോ കാറാണെന്ന് അറിയത്തില്ല. നീ വരുന്നോ? അങ്ങനെ അവൻ വരുന്നില്ല എന്ന് പറഞ്ഞ് വില്ലേജിലാന്ന് തോന്നുന്നു. ലൊക്കേഷൻ അവൻ കിട്ടിയിട്ടില്ല. നമുക്ക് ഒരോട്ടം കൂടി വിളിച്ചു നോക്കാം. വിളിച്ച് ഫോൺ പോകട്ടിരിക്കും. വണ്ടി ഓടിക്കുമ്പോൾ ഫ്രാങ്കിൽ ഇങ്ങനെ ഫോണൊന്നും എടുക്കാറില്ല. ലൊക്കേഷൻ കിട്ടിയ മാപ്പിൽ ബൈക്ക് ഫോർവേഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അയ്യോ മൈക്കിളിനെ ഇനി പോയി വിളിക്കണം. ഞാൻ ഫോർവേഡൊന്നും വെച്ചിട്ടില്ല. അതാണ് വലിയ ടൈമാണ് ഫോർവേഡ്. മൈക്കിളിനെ പോയി അയ്യോ നമ്മുടെ വണ്ടിക്കൊന്നും പറ്റില്ല. ബുഗാട്ടി ചാളമായി. ഇങ്ങനെ മൈക്കിളെ കയറ്റിട്ടുണ്ട് കേട്ടോ. മൈക്കിള് എങ്ങോട്ടാണോ റൂട്ട്? ഗോയിങ് ടു വില്ലേജ്. നിന്റെ പെരട്ട് ഇംഗ്ലീഷ് ഒന്ന് നിർത്ത്. വില്ലേജിലോട്ടല്ലേ? വില്ലേജിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ മണ്ടയ്ക്കാണോടെ കാറ്. ഐ സുവർ ഫ്രാങ്ക്ലിനെ. പിന്നെ മൈക്കിൾ എപ്പോഴും ഇതാണ് വണ്ടി. ഇത് വണ്ടിയിലല്ല, ഫോർച്യൂണറിൻ്റെ ലംബോർഗിനി ഫോർച്യൂണർ. അയ്യോ മലത്തിയടിച്ച് നടുവുടിഞ്ഞ് ഗൈസ്. പിന്നെ എന്താ അറിയത്തില്ല, സിറ്റിയിൽ ഇപ്പം ഗ്രാഫിക്സ് ഇച്ചിരി കൂടിയാണെന്ന് സംശയം. അയ്യോ എൻ്റെ തല പോയി ഇടിച്ച്. നമുക്ക് വേറെ റൂട്ട് നോക്കാം. നമുക്ക് ഇതിനെ മണ്ടയ്ക്കാൻ വെച്ചിട്ട് ടാസ്ക് പിടിച്ച പരിപാടിയാണ്. ബൈക്ക് ഓടിക്കുക. ഇവിടെ ആരും ഇല്ലല്ലേ? ഓക്കെ ചാടി കയറിയിട്ടുണ്ട്. എന്ത് കാറെന്ത് അപ്പുറത്താണ് നടക്കുന്നത്? ചെടിക്കോ. അയ്യോ അതിങ്ങനെ താഴെ വന്നാ ഗൈസ്. ഇതിനെ എടുത്ത് തിരിച്ചിടണം. പക്ഷേ ചടങ്ങാണ്. എന്നൊക്കെ റിപ്പയറി ഇവരെ എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരെ ഒന്ന് വിളിക്കാം ഗൈസ്. അല്ലാതെ വേറെ അറിയില്ല ഗൈസ്. അങ്ങനെ ഞാനാണെങ്കിൽ റിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവരുടെ അടുത്ത് വരില്ല, അത് വഴിയെന്ന് ക്രൈ വെച്ചിങ്ങനെ ഓക്കേടാ മൈക്കിളെ നീ ബൈക്ക് എടുത്തോണ്ട് വരണേടാ. ഗൈസ്, അങ്ങനെ പൊന്നുപോലെ സൂക്ഷിക്കുന്ന ബൈക്കാ. മൈക്കിളെ എടുത്തോണ്ട് വരണേടാ. അവൻ എന്തായാലും എടുത്തോണ്ട് വരുമോ? നൻപനല്ലേ, പിന്നെ പറയാൻ പറ്റത്തില്ല. അങ്ങനെ തൊട്ട് പിന്നാലെ ഒരെണ്ണം തോന്നില്ല. അന്നാന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് ബാക്കിലാണെങ്കിൽ TV ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ VIP വണ്ടിയാണ്. എന്തു പറയാൻ VIP വണ്ടിയാണ്. പുതുതായിട്ടാണ് വാങ്ങിച്ചേ. പിന്നെ ഈ വണ്ടി മൈക്കിളറിഞ്ഞ് ഞാൻ എടുത്തോളാം. നമുക്ക് എടുത്തോളാം എന്ന് പറയാം. എടുത്തോട്ടെ എന്ന് നമുക്ക് ചോദിക്കാം. നമുക്ക് അവനാണെങ്കിൽ ബൈക്ക് എടുത്തോണ്ട് വരട്ടെ. സാധാരണ ഈ VIP വണ്ടി എടുക്കുമ്പോഴേ പോലീസ് സ്റ്റാർ വരണ്ടേ? 5 സ്റ്റാർ. പക്ഷേ വരുന്നില്ല. 1 സ്റ്റാർ ഒക്കെ വരും കേട്ടോ. പക്ഷേ ഇതിലിട്ട് 1 സ്റ്റാർ ഒന്നും വന്നിട്ടില്ല. 1 സ്റ്റാർ വേണ്ടല്ലേ വരും. പക്ഷേ ഇതുവരെയായിട്ടും 5 സ്റ്റാർ വരേണ്ടതാണ്. പക്ഷേ 1 സ്റ്റാർ പോലും വന്നിട്ടില്ല എന്നാണ് കേസ്. ഒന്നും നോക്കേ കൊണ്ടുവരത്തില്ല. ബൈക്ക് എടുത്തോണ്ടങ്ങ് പോവാം കേസ്. അങ്ങനെ ബൈക്ക് കാറെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. മൈക്കിളെ വണ്ടിയാണ്. ഓക്കേടാ. പോലീസ് സ്റ്റാർ ഒന്നുമില്ല വീണ്ടും. നീ നീന്തു ഇന്ന്? വെയിലുകൊള്ളാനായിട്ട് ചുമ്മാ നടക്കുക. വേലുകൊണ്ടിട്ട് പിന്നെ ഓയ്യോ എന്നെ കുറ്റം പറയല്ലേ പനി വന്നിട്ട്. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കുളിക്കണം. തുടുപ്പ് അറിയിട്ട് ഞാനാണ് ഗേസ്. എന്താ അറിയത്തില്ല, ഈ ഇന്ത്യൻ ബൈക്കിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ മാറിപ്പോയി. സിറ്റിയുടെ എന്താ അറിയത്തില്ല. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഉടുപ്പ് മാറിയിട്ടാണ് ഗേസ്. അങ്ങനെ നമ്മൾ ഉടുപ്പൊക്കെ മാറിയിട്ടിട്ടുണ്ട്. ആർമിയുടെ ഉടുപ്പിട്ടിട്ടുണ്ട് ഗൈസ്. പോലീസ് സ്റ്റാർ വന്നാ ജസ്റ്റ് ഞാൻ പുറത്തൊന്ന് ഓടാൻ പോയതാണ്. അപ്പോഴേക്കും വന്ന് മൈക്കിളാണെങ്കിൽ ഈ ജീവിതം കൊണ്ട് ഓടി കേട്ടോ. അവനാന്ന് പറഞ്ഞാൽ പിന്നെ പോലീസിനെ അറിയാം. പക്ഷെ അവനെ നമുക്ക് ബാക്ക് വഴി വേണ്ടിയത്. നമ്മൾ പിന്നെ ബൈക്കിൽ പോകുന്നത്. ആ VIP കാറോടെ കിടക്കട്ടെ. ഓക്കെ
അയ്യോ ഗൈസ് പോലീസുകാർ നമ്മുടെ വീട്ടിലോട്ടിട്ടൊക്കെ ഇടിച്ച് കയറിയ. അയ്യോ പോലീസ് വാട്ടറാ വണ്ടി എടുത്തോ. പോലീസുകാരനെ ഓ അയ്യോ പോലീസുകാരെ തന്നെ ഒക്കെ ചാടി പോകുന്നുണ്ടോ. അയ്യോ നമുക്ക് ബീച്ചിലോട്ട് നേരെ കത്തിച്ചിടാം. ബീച്ചിൽ പോവാം. ബീച്ചിൽ പോവാം. പിന്നെ എന്ന് പറയാൻ മറ്റേ സ്പെഷ്യൽ ഓഫീസറാണ് കേട്ടോ പോലീസ്. എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കത്തുള്ളൂ കേസ്. അതെന്ന് പറഞ്ഞാൽ മൈക്കിളാട്ടോ. ആ ചുമ്മാ ജസ്റ്റ് നിങ്ങളിത് പറഞ്ഞതന്നേ ഉള്ളൂ. അയ്യോ വണ്ടി പുറത്തിറങ്ങണ. അയ്യോ വണ്ടി ഇവിടെ പറയാൻ അതിനിപ്പോൾ സമയമുള്ളൂ. ഓക്കെ നമുക്ക് ബുള്ളറ്റ് എൻ്റെ ചോര നീന്തിയിട്ട് വരാം. അയ്യോ അപ്പോഴേക്ക് ഒരു സ്റ്റാറും കൊണ്ട് പോയാൽ മതിയത്. ഗസ് പിന്നെ എൻ്റെ ഒരു ഡ്രോൺ ഉണ്ട്, അത് പറിച്ച് വെട്ടാരോന്ന് ഞാൻ ആലോചിക്കുക. ഗസ് പിന്നെ വെള്ളത്തിൽ ഗണ്ണൊന്നും എടുക്കാൻ പറ്റില്ല എടാ, വെപ്പണൊന്നും എടുക്കാൻ പറ്റില്ല. വെപ്പൺ പോലും എടുക്കാൻ പറ്റില്ല. സ്നൈപ്പർ എടുത്ത് നോക്കാമായിരുന്നു. ഓക്കെ നമ്മുടെ ഇരിക്കുന്ന ഡ്രോൺ ഒന്ന് പറത്തി നോക്കാം ഗസ്. ആവശ്യം കൂടെ ബെറ്റർ. ഡ്രോൺ ബൈക്കിലെങ്ങാണ്ടായിരിക്കുന്നു. ഗസ് അങ്ങനെ ഞാൻ ഡ്രോണൊക്കെ എടുത്തിട്ടുണ്ട്. RGS2 ഡ്രോൺ ക്യാമറ എന്നൊക്കെ ഇട്ടിട്ട്. ആ പോലീസ് സ്റ്റാർ പോയാ? സ്റ്റാർ പോയി ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബും ചെയ്യണം. അപ്പം